ടൈപ്പ് 1 ഡയബറ്റിക് ബാധിതരായ കുട്ടികൾക്കായുള്ള സഹായ വിതരണവുമായി 24 കണക്ട്. ഇടുക്കി ജില്ലയിലെ 60-ലേറെ കുട്ടികൾക്ക് 24 കണക്ട് വഴി കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ വിതരണം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് TV ചീഫ് മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ നിർവഹിച്ചു. ഒരു മിഠായിയുടെ മധുരം പോലും നുകരാൻ കഴിയാത്ത കുരുന്നുകൾ, ശരീരത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ ഏറ്റക്കുറിച്ചിലുകൾ അറിയാൻ പോലും സാധിക്കാത്ത സ്ഥിതി, പ്രതിവിധിയായുള്ള മരുന്നുകൾക്ക് വലിയ വിലയും. ഈ സാഹചര്യത്തിലാണ് ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി കേരളയുടെ ആഭിമുഖ്യത്തിൽ 24 കണക്റ്റുമായി സഹകരിച്ച CGM അഥവാ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് മെഷീൻ്റെ വിതരണം നടത്തിയത്. ഇടുക്കി അടിമാലിയിൽ കുഞ്ഞുമിഠായി എന്ന് പേരിട്ട് നടത്തിയ ചടങ്ങിൻ്റെ ഉദ്ഘാടകയായി ഫ്ലവേഴ്സ് TV ചീഫ് മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ എത്തി. ഇടുക്കി ജില്ലയിൽ ശരിക്കും ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 200 കുട്ടികളോളം ടൈപ്പ് 1 ഡയബറ്റിക്കും ബാധിച്ചവരുണ്ട്. പക്ഷെ നമുക്കൊരു 64 പേർക്ക് ഇപ്പോൾ ഈ ലിബ്ര കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളവർ വിഷമിക്കേണ്ട, അതൊക്കെ നമുക്കതിനൊരു സാഹചര്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംസ്ഥാനത്തൊട്ടാകെ നിരവധി കുട്ടികളാണ് ടൈപ്പ് 1 ഡയബറ്റിക് രോഗബാധ അനുഭവിക്കുന്നത്. കുട്ടികൾക്കായുള്ള സർക്കാർ സഹായവും പാതി വഴിയിൽ നിലച്ച മട്ടാണ്. 7 വർഷത്തോളമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ ഇപ്പം സാമ്പത്തിക പ്രതിസന്ധി കാരണം മാറ്റം വരുത്തി ഇൻസുജൻ 6 എന്ന ഒരു ഇൻസുലിനേക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഏകദേശം ഇൻസുലിൻ എടുത്ത് 45 മിനിറ്റിന് ശേഷം മാത്രമാണ് ആഹാരം കഴിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഉച്ചയ്ക്ക് ഇൻസുലിൻ വെച്ച് ഈ അരമണിക്കൂറോ അതല്ലെങ്കിൽ 45 മിനിറ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് കുട്ടികളെ സംബന്ധിച്ചും അവരെ ഈ ചികിത്സിക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ചും ഡോക്ടേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഇടുക്കി ജില്ലയിലെ 60-ലേറെ കുട്ടികൾക്കാണ് മെഷീന്റെ വിതരണം നടത്തിയത്. അടിമാലിയിലെ നീതി ലാബും പരിപാടിയുടെ ഭാഗമായി. 24 തൊടുപുഴ.